സംഘർഷം പുതിയൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സാമ്പത്തിക നയങ്ങൾ ചൈനയ്ക്കും ഇറാന്റെ എണ്ണ വിപണിക്കുമെതിരെ അതിശക്തമായി പ്രയോഗിക്കാൻ ഒരുങ്ങുകയാണ്. ഇറാന്റെ എണ്ണ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനം കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ചൈനീസ് ബാങ്കുകൾക്ക് മേൽ സെക്കൻഡറി താരിഫ് ചുമത്തുമെന്ന മുന്നറിയിപ്പ് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് മുഖേന പുറത്തുവന്ന ഈ ഭീഷണി ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായും വറ്റിക്കാനുള്ള അമേരിക്കയുടെ അവസാനവട്ട ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എണ്ണ കയറ്റുമതിയിലൂടെ ലഭിക്കുന്ന പണം മറ്റ് ആവശ്യങ്ങൾക്കായി മാറ്റാൻ ഇറാനെ സഹായിക്കുന്നത് ചൈനയാണെന്ന ഉറച്ച ബോധ്യം വാഷിംഗ്ടണിനുണ്ട്. എന്നാൽ ഈ നീക്കം കേവലം ഒരു സാമ്പത്തിക ഉപരോധം മാത്രമല്ല. ട്രംപ് ഭരണകൂടം ഗൾഫ് രാജ്യങ്ങളോട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആവശ്യപ്പെട്ടത് മേഖലയിലെ നയതന്ത്ര ബന്ധങ്ങളെ കൂടുതൽ കലുഷിതമാക്കിയിരിക്കുകയാണ്. വിദേശ ബാങ്കുകളിലെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുക വഴി ഇറാന്റെ സൈനിക ശക്തിയെ തളർത്താമെന്നാണ് അമേരിക്ക കരുതുന്നത്. എന്നാൽ തങ്ങളുടെ മണ്ണിലെ ബാങ്കിംഗ് രഹസ്യങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറുന്നത് ഭാവിയിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത പ്രത്യാക്രമണങ്ങൾക്ക് കാരണമാകുമോ എന്ന് സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭയപ്പെടുന്നു. ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായുള്ള സഖ്യം പ്രധാനമാണെങ്കിലും ഇറാന്റെ സൈനിക വെല്ലുവിളികളെ അവഗണിക്കാൻ അവർക്ക് കഴിയില്ല. വാഷിംഗ്ടണിൽ നിന്ന് ഇത്തരം കടുത്ത നടപടികൾ പ്രഖ്യാപിക്കുമ്പോഴും മറ്റൊരു വശത്ത് പാകിസ്ഥാൻ വഴി ഇറാനുമായി ചർച്ചയ്ക്ക് ശ്രമിക്കുന്നത് ട്രംപിന്റെ നയതന്ത്രത്തിലെ വലിയൊരു പൊരുത്തക്കേടായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകളിൽ ഇറാൻ $270 ബില്യൺ യുദ്ധ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് അമേരിക്കയെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ പ്രതിനിധികളെ ഇറാനിലേക്ക് അയച്ച് ഒരു വെടിനിർത്തൽ കാലാവധി നീട്ടൽ ആവശ്യപ്പെടുന്നത് ട്രംപിന്റെ നിസ്സഹായതയാണോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നു. മാധ്യമപ്രവർത്തകൻ റിഫത്ത് ജാവേദിനെ പോലുള്ളവർ നിരീക്ഷിക്കുന്നത് പോലെ മാക്സിമം പ്രഷർ എന്ന നയം കൊണ്ട് മാത്രം ഇറാനെ ഒതുക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട ട്രംപ് ഇപ്പോൾ നയതന്ത്രപരമായ ഒരു രക്ഷപ്പെടലിന് ശ്രമിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ ഉപരോധം ലംഘിച്ചുകൊണ്ട് ഇറാന്റെ സൂപ്പർ ടാങ്കർ 20 ലക്ഷം ബാരൽ എണ്ണയുമായി കടന്നുപോയത് അമേരിക്കൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. സൈനിക താവളങ്ങളിൽ പടരുന്ന നിരാശയും അനിശ്ചിതത്വവും ട്രംപ് ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ചൈനയെ ഭീഷണിപ്പെടുത്തുന്നത് വഴി ഇറാന്റെ സാമ്പത്തിക വലക്കണ്ണികൾ പൊട്ടിക്കാമെന്ന് ട്രംപ് കണക്കുകൂട്ടുന്നു. എങ്കിലും ബെയ്ജിങ്ങും ടെഹ്റാനും തമ്മിലുള്ള ബന്ധം അത്ര എളുപ്പത്തിൽ തകർക്കാവുന്നതല്ല. അമേരിക്കയുടെ ഉപരോധങ്ങളെ മറികടക്കാൻ ബദൽ സാമ്പത്തിക സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ ചൈന ഇതിനോടകം തന്നെ വിജയിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സമാധാനം എന്നത് ഇപ്പോൾ സാമ്പത്തികവും സൈനികവുമായ ഒരു വടംവലിയായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് ഇറാന്റെ കടുത്ത സാമ്പത്തിക ആവശ്യങ്ങളും മറുവശത്ത് അമേരിക്കയുടെ നികുതി ഭീഷണികളും ലോകത്തെ മറ്റൊരു വലിയ സാമ്പത്തിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. പാകിസ്ഥാൻ വഴിയുള്ള നയതന്ത്ര നീക്കങ്ങൾ വിജയിച്ചില്ലെങ്കിൽ ട്രംപിന്റെ രണ്ടാം ഊഴത്തിലെ വിദേശ നയം വലിയൊരു പരാജയമായി മാറാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ ചൈന ഈ താരിഫ് ഭീഷണിയോട് എങ്ങനെ പ്രതികരിക്കും എന്നതും ഗൾഫ് രാജ്യങ്ങൾ ഇറാന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറുമോ എന്നതും മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്.